LSD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരു കോൺട്രാക്ട് ബേസിലേക്ക് ഒരു ജോലി സാധ്യത. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സെഷനോട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം CMDD എന്ന് പറയുന്ന ഇതിലേക്ക് നമുക്കവിടെ LSD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ പ്രൊജക്റ്റുകൾ വരുന്നു. ആ പ്രൊജക്റ്റുകൾ കൃത്യമായി തന്നെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ, ദാറ്റ് മീൻസ് അവിടെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആൾക്കാർക്കും അതേപോലെ തന്നെ അതർ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. LSD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കാണ് നമുക്ക് ഈ പറയുന്ന പോസ്റ്റുകൾ അവിടെ കരാർ അടിസ്ഥാനത്തിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറച്ചധികം പോസ്റ്റുകൾ നമുക്ക് ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ വരുന്നത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അതിലേക്ക് വരുന്ന ആൾക്കാരുടെ വേക്കൻസികളുടെ എണ്ണം വളരെ അട്രാക്റ്റബിളാണ്. ദാറ്റ് ഈസ് 30 ആൾക്കാരാണ് നമുക്കവിടെ വിളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ബാച്ചിലർ ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗും സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടാകുന്ന BTech ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുകൂടാതെ രണ്ടാമതായിട്ട് വിളിച്ചുള്ള ഒരു പോസ്റ്റ് പറയുന്നത് മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കുള്ള പോസ്റ്റാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ്. അവിടെയും നമുക്ക് ടോട്ടൽ വേക്കൻസി 30 ആൾക്കാരെ എടുക്കുന്നുണ്ടായിരിക്കും. അത് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് ഇതിനാവശ്യമായിട്ടുള്ള യോഗ്യത ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് 22 വേക്കൻസിയോടുകൂടെ BTech കഴിഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു അവസരം ഉണ്ടായിരിക്കുക. ദെൻ ഹൈഡ്രോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും 22 വേക്കൻസികളാണ് വരുന്നത്. അതിൽ തന്നെ എൻവയോൺമെൻറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഹൈഡ്രോളജി എന്ന് പറയുന്ന പോസ്റ്റുകൾ, ദാറ്റ് മീൻസ് അവിടെ ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഇതിന് വേണ്ടി വരുന്നതായിരിക്കുക. അതിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റിലും ഹൈഡ്രോളജിയിലുമുള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരെ കിട്ടിയിട്ടില്ലെങ്കിലാണ് സിവിൽ കഴിഞ്ഞ ആൾക്കാർക്കുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കുക. പ്രിഫറൻസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ കാണുന്ന പോസ്റ്റുകൾക്കൊക്കെ അവിടെ കരാർ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പോസ്റ്റ് വിളിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് വരുന്ന സാലറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ തന്നെയാണ്. ഈ പറയുന്ന എല്ലാ പോസ്റ്റുകൾക്കും നമുക്ക് 46,320 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ 1 ഇയറിലേക്കാണ് ഈ ഒരു കോൺട്രാക്റ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൊജക്റ്റ് തീരുന്നത് വരെ നമുക്ക് ഈ ഒരു കോൺട്രാക്റ്റ് നീട്ടി കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടെ നമ്മളവിടെ മുന്നിൽ കാണണം. അതേപോലെ നമുക്ക് വരുന്ന അടുത്തൊരു പോസ്റ്റാണ്. ദാറ്റ് ഈസ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ്. 22 വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലുള്ള BTech ആണ് നമുക്ക് വേണ്ടി വരുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. കൂടാതെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന GIS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഇതിലേക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 വേക്കൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ പറഞ്ഞ നിർദ്ദിഷ്ട ആയിട്ടുള്ള പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ കൂടുതൽ ചാൻസ് പ്രിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. ഈ കാണുന്ന ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് ദാറ്റ് ഈസ് ഈ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കുന്നത് ആ കാണുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ സാലറി എന്ന് പറയുന്നത് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് സർവേയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 1, 3 വേക്കൻസികളാണ് ഉണ്ടായിരിക്കുക. ആ ആർക്കിടെക്റ്റിലേക്ക് ഗ്രാജുവേഷൻ ആർക്കിടെക്റ്റ് വേണ്ടി വരും. സർവേയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വരുമ്പോൾ ITI സർട്ടിഫിക്കറ്റ് ദാറ്റ് ഈസ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേയിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൾക്കാർക്കോ എന്തുണ്ടായിരിക്കും ഈ കാണുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്നോളാം. ദെൻ അടുത്തായിട്ട് വരുന്നത് ദാറ്റ് ഈസ് നമുക്കവിടെ LSD ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ റീജിയണൽ ലബോറട്ടറിയിലേക്ക് LSD ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ആ ലാബുകളിലേക്ക് വരുന്ന വേക്കൻസികളാണ് പറഞ്ഞത്. അത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 3 ആൾക്കാരാണ് വേണ്ടിയിരുന്നത്. അത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യമായിട്ടുണ്ടായിരിക്കുക. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ചോദിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ സാലറി എന്ന് പറയുന്നത് 44,020 ആണ് അവിടെ സാലറി ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡറുള്ള ആൾക്കാർക്ക് ഡിപ്ലോമ ഉള്ള ആളാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആളാണെങ്കിൽ അതും 3 ആൾക്കാരാണ് ആവശ്യമായിട്ടുള്ളത്. അത് 2 ഇയർ പ്ലസ് അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ടായിരിക്കുക. 28,100 ആണ് അവിടുത്തെ സാലറി പറയുന്നത്. ദെൻ അടുത്തത് ലാബ് അസിസ്റ്റൻ്റ് ആണ്. ITI ഡിപ്പാർട്ട്മെൻറ്റ് ITI കഴിഞ്ഞ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ITI കഴിഞ്ഞ ആൾക്കാർ 6 ആൾക്കാരാണ് വേണ്ടി വരുന്നത്. അത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് 21,175 എന്ന രീതിയിലേക്കുള്ള സാലറിയോട് കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇതിലെല്ലാത്തിലും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതിന് ഏജ് എന്ന് പറയുന്നത് 36 വയസ്സിൽ ആ റിലാക്സേഷൻ ആണ് ഉണ്ടായിരിക്കുക. 36 വയസ്സ് ഉയർന്ന പ്രായപരിധിയായിട്ട് വരുന്നത് 36 വയസ്സാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം.
യെസ്, ഇനി ഇത് എവിടെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, ഏതാണ് ആ വെബ്സൈറ്റ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുന്നു. അറ്റ് ഈസ് നോക്കിയേ www.cmd.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോക്കി ക്ലിയർ ആയി തന്നെ അതിൻ്റെ കരിയർ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കൃത്യമായി തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരു 1 ഇയറിലേക്ക് നമുക്ക് നല്ലൊരു കോൺട്രാക്ട് ബേസിലാണെങ്കിൽ പോലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മൾ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കി ഇതിൻ്റെ ഒരു നേച്ചർ ഓഫ് പേ നോക്കി ആ ഒരു അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യം ഒരു എക്സാം നടത്തും, അതിനുശേഷമാണ് ഈ പറഞ്ഞ ഇതിലേക്ക് നമുക്ക് എന്തുണ്ടായിരിക്കുക, നമ്മുടെ ആ ഒരു പോസ്റ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. അപ്പോൾ ഡിപ്ലോമ ഉള്ള ആൾക്കാർക്കും ഡിഗ്രി ഉള്ള ആൾക്കാർക്കും അതുപോലെ ITI ഉള്ള ആൾക്കാർക്കും ഒക്കെ സിവിൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ആർക്കിടെക്ചർ എന്ന് പറയുന്ന പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്കും ഇവിടെ അവസരം LSC ഡിപ്പാർട്ട്മെൻറ്റ് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് നിർദ്ദിഷ്ടമായിട്ടുള്ള നിങ്ങൾക്ക് അവസരങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തോളാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം യെസ് 21-ാം തീയതിയാണ്, നമുക്ക് ജാനുവരി 21-നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കിയാൽ 30-ാം തീയതി ജാനുവരി 31 വൈകിട്ട് 5 മണിക്ക് മുന്നേ ആയിട്ട് നമ്മളുടെ ഈ ഓൺലൈൻ രീതിയിലുള്ള രജിസ്ട്രേഷൻ അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും ഓർത്തിരുന്നോളാം. 30 ജാനുവരി എന്ന രീതിയിലുള്ള 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റും അടക്കം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. യെസ്, ഓർത്തിരിക്കേണ്ട കാര്യം യെസ് 30-ാം തീയതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, വേറെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള യെസ് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും. ആ ടെലിഗ്രാം ചാനലിൻ്റെ ആ ടെലിഗ്രാം ചാനലിൻ്റെ കൃത്യമായിട്ടുള്ള നിങ്ങൾ ലിങ്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൻ്റെ ആ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും തന്നെ നന്നായി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. നമ്മുടെ അവസരങ്ങൾ നമുക്ക് പല രീതിയിലും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കോൺട്രാക്ട് ബേസ്ഡിലാണെന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കാരണം 1 ഇയർ കഴിഞ്ഞാൽ മേ ബി വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ പ്രൊജക്റ്റ് തീരുന്നവരെ നമുക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആണ്. എല്ലാവരും തന്നെ യെസ് ഈ ഒരു അവസരം കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ്സുകളായിട്ട് നമുക്ക് ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. താങ്ക് യു all of you.